കർത്താവ് വാഴുന്നു എന്ന ആ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ആർക്കും ചലഞ്ചുകളില്ലാതില്ല. വി ഓൾ ഹാവ് ചലഞ്ചസ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആ വാക്യം ഞാൻ ഓർക്കുമ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ തരങ്ങളിലുള്ള ചലഞ്ചസ് ഉണ്ട്. ആ വാക്യം എന്നെ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഓർക്കുന്ന കാര്യം ഇതാണ്. നമ്മളെ ഒരു വിഷപ്പാമ്പ് കടിക്കാൻ വരുമ്പം നമുക്ക് ഏറ്റവും പേടി എന്താണ്? അതിൻ്റെ വിഷപ്പല്ലാണ്, അതിൻ്റെ വിഷമാണ്. അതാണ് നമ്മൾ പാമ്പിനെ പേടിക്കുന്നതിന് കാരണം. ഒരു ഭക്തൻ പറഞ്ഞത് ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം അങ്ങനെയാണെന്നാ. നമുക്ക് നമ്മളെ കടിക്കാൻ വരുന്ന ഈ വിഷപ്പാമ്പിൻ്റെ വിഷപ്പല്ല് ഞാൻ പറിച്ചിരിക്കുന്നു എന്നാണത്രേ. എന്ന് പറഞ്ഞാൽ ഒന്നിനും നിങ്ങൾക്ക് ഹാനി വരുത്താൻ, അടിസ്ഥാനപരമായി ഹാനി വരുത്താൻ ഒന്നിനും കഴിയത്തില്ല. പെരുവെള്ളം മുക്കത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല എന്നൊക്കെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ യാതൊന്നിനും നമ്മൾക്ക് ഹാനി വരുത്താനുള്ള ശേഷിയില്ല എന്നുള്ള ധൈര്യമാണ് നമുക്ക് കർത്താവിലുള്ളത്. എല്ലാറ്റിനെയും അതിജീവിച്ച കർത്താവ് നമ്മളെയും അതിജീവിക്കാൻ നിശ്ചയമായും സഹായിക്കും. ആ കർത്താവ് നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് പ്രതിസന്ധികളുണ്ട്, തളരാതെ ഓടാൻ, തളരാതെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം അല്ല, ഒരു പുസ്തകമാണ് ഞാൻ ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് എടുത്തത്. വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, ഷാജി ബ്രദറിൻ്റെ മാതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പം ആശ്വാസങ്ങളുണ്ട്. മാതാവിന് ദൈവം പൂർണ്ണമായ ഒരു വിടുതൽ, ഒരു കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് ഉറക്കത്തിൻ്റെ അഭാവത്തെ പരിഹരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മാതാവിനെയും നിരന്തരമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നമ്മുടെ ഫ്രണ്ട്സുകളിലെ കാണുമ്പോഴും എനിക്ക് വലിയ ബലമാണ്. കാരണം കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച കണ്ടപ്പോൾ ഇനി എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ആഴ്ച വരുമ്പോൾ പിന്നെ അങ്കിൾ വരുന്നുണ്ട്. കാരണം അങ്കിളുടെ ശാരീരിക ബലഹീനത നിമിത്തമോ കാലിലെ പ്രയാസമുണ്ട്. അത് നോക്കുമ്പം അടുത്ത ആഴ്ച വരാൻ പറ്റില്ല എന്നതാണ് പ്രായോഗികമായി തൻ്റെ ലോജിക്ക് പറയുന്നത്. പക്ഷേ ദൈവത്തിലുള്ള ബലത്തോടെ ഓരോ ദിവസവും വരാൻ തന്നെ സഹായിക്കുന്നു. അത് നമുക്ക് ആത്മീയമായ ബലമല്ലേ? ഇതാണ് നമ്മളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. കുറേ മുമ്പോട്ട് നോക്കുമ്പോൾ ഒത്തിരി അങ്കലാപ്പുകളൊക്കെ കാണാം. പക്ഷെ ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് എടുത്ത് നമുക്ക് മുമ്പോട്ട് നീങ്ങുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നിന്നുള്ള ചില ആത്മീയ സത്യങ്ങളും വീക്ഷണങ്ങളുമാണ് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തെയും വിശ്വാസ ജീവിതത്തെയും നമ്മളുടെ സ്വഭാവത്തെയും ദൈനംദിനം സഹായിക്കുന്ന ഒരുപാട് ആത്മീയ ചിന്തകളും സത്തകളും ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ആണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം വളരെ ആഴമുള്ളതാണെങ്കിലും ഒരു ശിശുവിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ആത്മീയ സത്യങ്ങളും അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ നിന്ന് ഇത് ഒരു ജയിലിൽ നിന്ന് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു കത്താണ്, ഒരു ലെറ്ററാണ്. he is living in the midst of challenges. ഒരുപാട് വെല്ലുവിളികളുടെ നടുക്കാണ് താൻ ജീവിക്കുന്നത്. എങ്കിലും കൊലോസ്യയിലുള്ള ഈ വിശ്വാസികളെ ധൈര്യപ്പെടുത്താൻ പൗലോസ് എഴുതുകയാണ്. അതിൻ്റെ ഒരു സെൻട്രൽ ത്രെഡ് എന്ന് പറയുന്നത്, ജീവിതം നമുക്കെപ്പോഴും പൂർണ്ണത ഇല്ല എന്ന തോന്നൽ നമ്മളെ ഭരിക്കാറുണ്ടോ? ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, വെല്ലുവിളികൾ ഈ ലോകത്ത് നോക്കിയാൽ അങ്ങനെ. വിശ്വാസികളുടെ ജീവിതമാണെങ്കിലും അവിശ്വാസികളുടെ ജീവിതമാണെങ്കിലും
ഞാൻ പറയും, സങ്കടങ്ങളും സന്തോഷങ്ങളും തൂക്കി നോക്കിയാ ഏത് ഭാഗത്തിനായിരിക്കും തൂക്കം കൂടുതൽ ലോകത്ത്? സങ്കടങ്ങൾക്കാണ്, വേദനകൾക്കാണ്, ദുരിതങ്ങൾക്കാണ്, പട്ടിണിക്കാണ് ഒക്കെ തൂക്കം കൂടുതൽ. അപ്പൊ ജീവിതം ഫുൾ അല്ല എന്ന തോന്നല് നമുക്കുണ്ടോ? കൊലോസിയിലുള്ള വിശ്വാസികൾക്ക് അടിസ്ഥാനപരമായി എഴുതാൻ കാരണം, ക്രിസ്തുവിനോട് കൂടെ ഒന്നും ചേർക്കണ്ട ജീവിതം പൂർണ്ണമാകാൻ. ക്രിസ്തു മാത്രം മതി. ഇന്ന് നമ്മൾ പാടിയ പാട്ടില് എല്ലാം നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്, ജീസസ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ട്രെഷർ. ആ ഗാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ശക്തി നമുക്ക് നമ്മൾ ജീവിക്കാനാണ്. അതും ജീവിതത്തിന് മുൻപോട്ട് പോകാൻ കർത്താവിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. ഇസ്രായേലിൻ രാജാവേ, ഈ ഗാനങ്ങളിലെല്ലാം നമ്മൾ ആരെയാണ് കണ്ടത്? നമ്മൾ ആരുടെ മഹത്വമാണ് കണ്ടത്? പിതാവായാലും പുത്രനായാലും പരിശുദ്ധാത്മാവായാലും ത്രിയേകനാണ്. നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല അതിൽ. ഞാൻ അതുകൊണ്ട് വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞാലും നമ്മൾ തത്വത്തിൽ പിതാവിനെയാണ് നമസ്കരിക്കുന്നത്. പുത്രനോട് പറഞ്ഞാലും അങ്ങനെ തന്നെ. അപ്പോൾ അതിൽ നമുക്കൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞാലും നമ്മൾ ആരാധിക്കുന്നത് പിതാവിനെ, പുത്രനിലൂടെ പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ആരാധനയിലുണ്ട്. നമ്മൾ ആരെക്കുറിച്ച് പാടിയാലും ക്രിസ്തുവിനോട് കൂടെ പാരമ്പര്യങ്ങളോ ക്രിസ്തുവിനോട് കൂടെ വ്യർത്ഥമായ തത്വശാസ്ത്രങ്ങളോ ഒന്നും കൂടെ കൂട്ടണ്ട. ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം സമ്പൂർണതയുള്ള ഒരു ജീവിതമാണ് എന്ന് കാണിക്കുന്ന പുസ്തകമാണ് കൊലോസ്യ ലേഖനം. ജീവിതം പൂർണ്ണമല്ല, അപൂർണതകൾ ലോകത്ത് ഒരുപാടുണ്ട്, നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. ഓരോ തരങ്ങളിലുള്ള മുടന്തുകളുണ്ടെന്ന് OM-ന്റെ ഫൗണ്ടറായ ജോർജ് വെർവർ പറയും. നമുക്കെല്ലാവർക്കും ഓരോ തരങ്ങളിലുള്ള മുടന്തുകളുണ്ട്, ഓരോ ബലഹീനതകളുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന തിന്മകളോ പാപത്തെക്കുറിച്ചല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആ മുടന്തോട് കൂടെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ആ ബലഹീനതയിൽ നമ്മളെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. കൊലോസ്യ ലേഖനം മുമ്പോട്ട് വയ്ക്കുന്ന ആദ്യത്തെ മഹത്തായ ഒരു തത്വത്തിലേക്ക്, ഒരു സത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അത് ക്രിസ്തുവിൻ്റെ അപ്രമാദിത്യം എന്ന ഒരു സത്തയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. സകലത്തിനും മീതെ വാഴുന്ന ക്രിസ്തു എന്ന ഒരു സത്യം ഇന്ന് നമ്മൾ പാടിയ പാട്ടിലും അത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാം. ക്രിസ്തു സകലത്തിനും സുപ്രീമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തു സകലത്തിനും സുപ്രീമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ലൈഫ് പലപ്പോഴും കയോട്ടിക്കായിട്ട് തോന്നിയാലും സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വമാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. താഴോട്ട് അടുത്ത വാക്യം, 18-ാമത്തെ വാക്യം കൂടെ. അപ്പൊ സകലത്തിനും മുമ്പനാകേണ്ടതിന് ഈ ലോകത്തിൽ സുപ്രീമസിക്ക് വേണ്ടി
ഒരു വലിയ തേരോട്ടം നടക്കുന്നുണ്ട്, ഒരു വലിയ പരാക്രമം നടക്കുന്നുണ്ട്. ആധിപത്യത്തിന് വേണ്ടി. അത് ചിലപ്പോൾ സാമ്പത്തിക ആധിപത്യങ്ങളായിരിക്കും, അത് രാഷ്ട്രീയ ആധിപത്യങ്ങളായിരിക്കും. ആധിപത്യത്തിന് വേണ്ടി ഒരു മാഡ് റേസ് ഇന്ന് നടക്കുന്നുണ്ട്. ശരിയാണോ? ഈ അടുത്ത സമയത്ത് ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് മെൻഷൻ ദാറ്റ്, ഞാനതിൻ്റെ റിവ്യൂകൾ വായിച്ചപ്പം ഒന്ന് ഹിൻഡ് ചെയ്യുകയാണ്. എമ്പുരാൻ എന്ന് പേരുള്ള ഒരു മൂവി ഇന്ന് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയുണ്ടായി. ബൈ ദ വേ, എമ്പുരാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് രാജാവിന് മീതെ. രാഷ്ട്രീയമാണ് തീം, എന്താണ് പറയുന്നത്, എൻ്റെ റിവ്യൂകളാണ് നോക്കിയത്. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ആധിപത്യത്തിന് വേണ്ടി, അതായത് രാജാക്കന്മാരുടെ മീതെ ദൈവത്തിന് തൊട്ട് താഴെ എന്നുള്ളൊരർത്ഥമാണ് എമ്പുരാനുള്ളത്. തമ്പുരാനല്ല, അതിൻ്റെ മീതെ. അപ്പോൾ അത് രാഷ്ട്രീയമായി, അതിൻ്റെ ഒരു കാരണം, അതിന് ഉള്ള രാഷ്ട്രീയമായി അത് ഇന്ത്യയിൽ വളരെ വലിയ സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന വലിയൊരു പ്രശ്നമായിട്ടത് വരുന്നു എന്ന വാർത്തകൾ വായിച്ചതുകൊണ്ട് അത് പറഞ്ഞതാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എന്താണ്? ലോകം മുഴുവൻ ആധിപത്യത്തിന് വേണ്ടി ഒരു ത്വരയിൽ ഓടുന്ന ലോകമാണ് നമ്മുടെ ലോകം. ശരിയാണോ? എല്ലാ മേഖലകളിലും ആ ഒരു ഓട്ടം നമുക്ക് കാണാം. Can I have little water please? ആധിപത്യത്തിന് വേണ്ടി നമ്മൾ ഓടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലെ ഒന്നാമത്തെ സാമ്രാജ്യമല്ല, ലോകത്തെ 4ാമത്തെ സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ, ബലമുള്ള ഭരണകൂടം, ഒരർത്ഥത്തിൽ ഏറ്റവും അധികം കാലം ലോകത്തെ ഭരിച്ച ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ അത് റോമൻ സാമ്രാജ്യമാണ്. വളരെ പവർഫുള്ളായിരുന്നു. പക്ഷേ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ച സമയത്ത് ഭൂമിയെ ഭരിച്ചിരുന്ന ആരായിരുന്നു? റോമൻ ഭരണകൂടമായിരുന്നു. അയൺ ഫിസ്റ്റ് കൊണ്ട്, ഇരുമ്പാണെന്നാണ് നബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാന പ്രകാരം റോമൻ സാമ്രാജ്യം ഇരുമ്പാണ്. ഏറ്റവും കടുപ്പമുള്ള ലോഹം എന്ന നിലയിൽ അത് വളരെ ശക്തമായിരുന്നു ലോകത്ത്. പക്ഷേ റോമൻ സാമ്രാജ്യം ആധിപത്യത്തിൽ എല്ലാ കാലത്തും നിലനിന്നു. ഇന്നെവിടെ അവർ? AD 476 റോമൻ സാമ്രാജ്യം കൊളാപ്സായി. അത് കൊളാപ്സ് ആവാൻ കാരണം ക്രിസ്ത്യാനികളാണെന്ന് വരെ ഉള്ള അപവാദം കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അഗസ്റ്റിൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സിറ്റി ഓഫ് ഗോഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് മറ്റൊരു സമയത്ത് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. സൂര്യൻ അസ്തമിക്കാത്ത മറ്റൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? സകലത്തിനും മുമ്പൻ ആരാണ് എന്ന ഒരു ചോദ്യം നിൽക്കുന്നു, എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. സകല നാമത്തിനും മേലായ നാമം, സുപ്രീമസി ആർക്കാണ് എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. ആ ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. ക്രിസ്തുവിൻ്റെ സുപ്രീമസിയെ ക്രിസ്തീയ വിശ്വാസികൾ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ടില്ലെങ്കിൽ ധീരതയോടെ, തീഷ്ണതയോടെ അനുദിനം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് ഇന്ന് വിശ്വാസത്താലാണെങ്കിലും നമ്മുടെ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുപ്രീമസിയെക്കുറിച്ച്, അപ്രമാദിത്വത്തെക്കുറിച്ച്, പരമമായ അധികാരത്തെക്കുറിച്ച് ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മളെ ജീവിക്കാൻ ആ സത്യം അനിവാര്യമാണ്. പ്രത്യേകിച്ച് വളരെ തേരോട്ടം നടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, ആധിപത്യത്തിന് വേണ്ടി ഓട്ടം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ റോമൻ സാമ്രാജ്യം മഹത്വമുള്ള സാമ്രാജ്യമായിരുന്നെങ്കിൽ അത് വളരെ സുപ്രീമാണ് എന്ന നിലയിൽ, ലോകത്തിൻ്റെ സർവാധികാരി എന്ന നിലയിൽ ഒന്നാമതെത്താൻ പരിശ്രമിച്ചതാണെങ്കിലും അതും കൊളാപ്സായിപ്പോയി.
ബ്രിട്ടീഷ് സാമ്രാജ്യം. എന്താ പറയുന്നത്? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന്. കാരണം ബ്രിട്ടീഷ് ആധിപത്യമുള്ള ഒരു കോളനിയിൽ സൂര്യൻ അസ്തമിക്കാറില്ല. ലോകത്തെ എല്ലായിടത്തും അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്നു എന്നതിന് പറയുന്ന മറ്റൊരു രൂപകമാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്നു ബ്രിട്ടീഷുകാർ. പക്ഷേ ഇന്ന് ബ്രിട്ടൻ എവിടെയാണ്? ഇന്ന് ബ്രിട്ടൻ വാസ്തവത്തിൽ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ബ്രിട്ടന്റെ പ്രതാപങ്ങളും പിടിച്ചടക്കിയ മൂല്യങ്ങളും എവിടെയെന്ന ചോദ്യമാണ്. പ്രതാപങ്ങൾക്കൊന്നൊട്ടും കുറവ് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് ആ ഒരു സാമ്പത്തികമായ മേൽക്കോയ്മയോ എല്ലാ വിധങ്ങളിലും അങ്ങനെ ഒരു വലിയ ഉയർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അഡ്വാൻസ്ഡായ ഒരു രാജ്യങ്ങളും അങ്ങനെ ഉയർച്ച നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് പറയാൻ കഴിയില്ല. മേൽക്കോയ്മ ആഗ്രഹിക്കുന്നെങ്കിലും അത് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാനിയേലിന്റെ പുസ്തകം 2:44 ഇവയെല്ലാം ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിച്ചേ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. നമ്മുടെ പൗരത്വം എവിടെയാ? ഈ രാജ്യത്താണ്. നമ്മുടെ പൗരത്വം ഈ രാജ്യത്താണ്. ഇതൊന്നും ഇല്ല എന്ന് കാണിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്നേക്കുമായിട്ടുള്ള രാജ്യത്വം സ്ഥാപിക്കുന്നതെന്നും അവിടെ പറയുന്നു. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അൺബീറ്റബിളായ ഒരു കിങ്ഡം, അൺബീറ്റബിളായ ഒരു രാജ്യത്വം ക്രിസ്തുവിനുണ്ട് എന്ന ഒരു കാഴ്ചയെ നമ്മുടെ മുമ്പിൽ തരികയാണ്. ക്രിസ്തുവിൻ്റെ അപ്രമാദിത്വത്തിൻ്റെ മഹത്തായ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. സുപ്രീമസിക്ക് വേണ്ടി, പരമാധികാരത്തിന് വേണ്ടി വളരെ ആഗ്രഹത്തോടെ ഓടിയ ചില വ്യക്തി ജീവിതങ്ങളെ ലോകത്ത് കാണാം. നമ്മൾ അവരെ അല്ല നോക്കുന്നത്, നമ്മൾ അവരെ ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുകയാണ്. എന്നാൽ ഒരു സമയത്തും കാലത്തും നടന്ന ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. നമുക്കെല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് അഡോൾഫ് ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തിൻ്റെ ആധിപത്യം പുലർത്താനായിട്ട് ആഗ്രഹിച്ചോ? അഡോൾഫ് ഹിറ്റ്ലർ ഒരു പരമാധികാരിയായി ഉയർന്നു വന്ന് എത്ര ലക്ഷം ആളുകളെ താൻ കൊന്നൊടുക്കി. പ്രാപ്തിയുള്ള എത്ര പേരെ അവർ കൊന്നൊടുക്കി. ജർമ്മനിയിൽ തന്നെ തനിക്കെതിരെ ഒപ്പോസിഷൻ ഉണ്ടായിട്ട് പോലും അവരെ എല്ലാം കൊന്നൊടുക്കി. ലോകത്തിൻ്റെ നെറുകയിലെത്താൻ സുപ്രീമസിക്ക് വേണ്ടി, പരമാധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടമായിരുന്നു അത്. പക്ഷേ തനിക്ക് നിലനിർത്താൻ കഴിഞ്ഞോ? എൻ്റെ പ്രിയരെ, നശിച്ചു. ചരിത്രം പറയും, താൻ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. നെപ്പോളിയൻ ബോണോപാർട്ട് ഫ്രാൻസിൽ തന്നെക്കുറിച്ച് പറയും, തൻ്റെ അന്ത്യം താൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, തന്നെ ഒരു പ്രവാസത്തിലേക്ക് അയക്കേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾ കാണുന്നു. ഈ വ്യക്തിത്വങ്ങളെ നോക്കുമ്പോൾ നമ്മൾ കർത്താവുമായിട്ട് ഈ വ്യക്തിത്വങ്ങളെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ രാജാക്കന്മാരുടെ കാലത്ത്
അല്ലല്ല. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അടുത്ത വാക്യം കൂടെ 10 അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും അടുത്ത വാക്യം എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആ ഗാനം നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പാടാൻ പറ്റുമോ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. Praise be to God. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ, സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണമേ എന്നാ പറഞ്ഞത്. എല്ലാവരും നിന്ദിക്കുമ്പോ താൻ പോലും ഒരു സമയം വരെ കർത്താവിനെ നിന്ദിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളത്തിൽ കൊടുത്ത ഒരു വെളിച്ചം, ഒരു പ്രകാശം തൻ്റെ ജീവിതത്തെ മാറ്റി. നമ്മളൊക്കെ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ അവൻ അന്യായമായിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. യഥാർത്ഥ രാജാവ് അവിടുന്ന് പറയുന്നത് പോലെ തന്നെ അവിടുന്നാണ്. ആരാണ് ഈ കള്ളൻ ഈ കാഴ്ച കൊടുത്തത്? ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വെളിച്ചം നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല, നമ്മുടെ സാഹചര്യം നോക്കിയിട്ടല്ല. പക്ഷെ എല്ലാവരും നിന്ദിക്കുകയും പഴിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവേ എന്ന് വിളിക്കാൻ കാണിച്ച വിശ്വാസം, ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഈ ധൈര്യം എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഒന്നാമനാണെന്നും രാജ്യത്വം പ്രാപിക്കുമെന്നും മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നുമുള്ള
ആത്മീയ ദർശനം തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പരിശുദ്ധാത്മാവ് നൽകിയില്ലെങ്കിൽ. ശിശുക്കൾക്ക് മറച്ച് ദൈവം ഇത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ ദിവ്യമായൊരു കൃപയും ദിവ്യമായ ആത്മാവിൻ്റെ വെളിച്ചവും വെളിപ്പാടും നമുക്ക് അനിവാര്യമാണ്. പക്ഷേ ആ വെളിപ്പാട് എപ്പോഴും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കും. അത് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, അത് യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കും. അപ്പം തനിക്ക് ആ വെളിപ്പാടുണ്ടായി. യേശുവാണ് ദൈവത്തിൻ്റെ നിത്യനായ രാജാവെന്നുള്ള വെളിപ്പാടുണ്ടായി. താൻ എന്താ പറഞ്ഞത് ഈ കർത്താവിനോട്? ആ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പറയാം, നീ അന്ന് എന്നെ ഒന്ന് ഓർക്കണമേ എന്ന. പക്ഷെ കർത്താവ് പറഞ്ഞ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന. കാലങ്ങൾക്ക് ശേഷമല്ല, ഇന്ന് യേശുവുമായി ജീവിക്കുന്ന ഒരു ബന്ധം. നൗ, ഇപ്പോൾ ആ കൃപ നമുക്ക് പകരുന്നതിനായിട്ട് ഇതാണ് ദൈവത്തിൻ്റെ കൃപ. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. ലോകത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആധിപത്യം, ലോകമെല്ലാം ആഗ്രഹിക്കുന്ന ആധിപത്യം സാമ്പത്തിക ആധിപത്യമാണ്. ലോകത്ത് ഒന്നാമതാവാൻ. പക്ഷെ സാമ്പത്തിക ആധിപത്യത്തിൽ ചില സമയത്ത് കുറച്ചു നേരത്തേക്ക് ഒന്നാമതാവും, കുറച്ചു നേരത്തേക്ക് രണ്ടാമതാകും. അങ്ങനെയാണിത് പോകുന്നത്. സ്വർണത്തിൻ്റെ വില ഇതാ കൂടുന്നു, പെട്ടെന്ന് ഒരു ദിവസം ഇതാ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. വാൾ സ്ട്രീറ്റ് ക്രാഷിനെ കുറിച്ച് ഐ ഡോണ്ട് നോ ഇഫ് ജോസഫ് അങ്കിൾ റിമെമ്പേഴ്സ്. 1929 ഇവൻ 2008 വാൾ സ്ട്രീറ്റിലും വലിയൊരു ക്രാഷ് ഉണ്ടായി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലൂടെയാണ്. അത് ലീഗലൈസ് ചെയ്ത് ഊഹക്കച്ചവടങ്ങളാക്കി അതാകെപ്പാടെ വികൃതമാക്കി തീർക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സാമ്പത്തികമായ സുപ്രീമസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം ഇപ്പോൾ ലോകരാജ്യങ്ങൾ തമ്മിൽ തന്നെയുണ്ട്. ഇതിലാരാ മിടുക്കരെന്നാണ് നോക്കുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പം ഐ എം ഷുവർ സിസ്റ്റർ ദീപയ്ക്ക് ചിരി വരുന്നല്ലേ? ഹൗ ട്രൂ ദാറ്റ് ഈസ്. ഇത് ആരുടെ കയ്യിലാണ് ഇതിൻ്റെ നിയന്ത്രണം ഇരിക്കുന്നത് എന്ന ഒരു ആകാംക്ഷ പലപ്പോഴും പലർക്കും ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. വെൽത്തിൻ്റെ സുപ്രീമസിക്ക് വേണ്ടി ഒരു ഓട്ടം ഇന്ന് നമ്മൾ കാണുന്നുണ്ടോ എൻ്റെ പ്രിയരെ? ഞാൻ ആ ഭാഗത്തേക്ക് വരാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സുപ്രീമസി, സമ്പത്തുള്ളവൻ എത്ര വാരിക്കൂട്ടിയാലും മതിയെന്ന് പറയുമോ? എത്ര വാരിക്കൂട്ടിയാലും മതിയെന്ന് പറയുമോ? ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയോജനമായി വരുന്നുണ്ടോ വാരിക്കൂട്ടുന്ന സമ്പത്തുകൾ? നമുക്ക് വേണ്ടത്, നമുക്ക് ഭൂമിയിൽ ന്യായമായി ജീവിക്കാൻ സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും പ്രയോജനം വരുന്ന സമ്പത്തായിരിക്കണം. പ്രയോജനമില്ലാതെ ഹോർഡിങ് എന്നുള്ളൊരു വാക്കാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. നമുക്കോ നമ്മുടെ തലമുറകൾക്കോ ഒരു പ്രയോജനം ചെയ്യാതെ ദോഷത്തിന് മാത്രം കാരണമാക്കുന്ന ഒരു ശേഖരം ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട്. അത് തികച്ചും ദൈവികമല്ല എൻ്റെ പ്രിയരെ. നമുക്കൊരു നിമിഷം നമുക്ക് ദൈവം തന്ന റിസോഴ്സുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നിട്ട് ഒരു നിമിഷം ഉള്ളത്തിലൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, അത് ദൈവരാജ്യത്തിന്, എനിക്ക്, എൻ്റെ മക്കൾക്ക് പ്രയോജനമായി വരണം. പ്രയോജനമില്ലാതെ അവസാനത്തിൽ ഒന്നുമായി തീരരുത്. എനിക്ക് തന്ന റിസോഴ്സുകൾ അതെല്ലാം വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. അതൊന്നിൽ എൻ്റെ തലമുറയ്ക്ക്, ദൈവരാജ്യത്തിന്, എനിക്കത് അനുഗ്രഹമായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയണം. അതിനപ്പുറമുള്ള ഒന്നും എനിക്ക് വേണ്ട. അതിനപ്പുറമുള്ള ഒന്നും ഒരു ബ്ലെസ്സിങ് അല്ല. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്ത് നമ്മുടെ റിസോഴ്സുകളെ
റിസോഴ്സ് അല്ല സുപ്രീം. സാമ്പത്തികമായി നേട്ടം കൈവരിച്ച രാജ്യമല്ല ഒന്നാമത്, കർത്താവാണ്, ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന് വേണ്ടി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ, നശിച്ചു പോകുന്ന മാമോനെ കൊണ്ട് ഈ രാജ്യത്തിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നവരാ കുറച്ചുകൂടെ സ്മാർട്ട് എന്ന് കർത്താവ് പറഞ്ഞത്. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ നന്ദി പറയുന്നു. സ്വിസ് ബാങ്കിൽ ഇട്ടാലും ഏറ്റവും സുരക്ഷിതമാണെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചു. പക്ഷെ ഇന്നങ്ങനെയാണോ? ഐ ഡോണ്ട് നോ. ഇന്ന് അങ്ങനെയാണോ എന്ന് എനിക്ക് പൂർണ്ണമായി അറിയത്തില്ല. somebody can respond to it. എവിടെയാണ് സുരക്ഷിതത്വം? ഏത് രാജ്യത്തെവിടെ? അങ്ങനെയൊന്നില്ല, നിശ്ചയമില്ല. ഇതെപ്പോൾ വാല്യൂ കൂടും കുറയും എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് വിവേകത്തോടെ നിത്യതയിൽ നിത്യമായ മൂല്യങ്ങൾ, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവിടെയുള്ള ബാങ്ക് ബാലൻസ്, സ്വർഗരാജ്യത്തിൽ എന്തോരം നിക്ഷേപം ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് മുതൽ അത് ചിന്തിച്ചോ. ആ നിക്ഷേപം നമ്മൾ കൂട്ടണം. അതെന്താണ്? അത് ഭൂമിയിൽ നമ്മൾ ഒരാളോട് കാണിക്കുന്ന കരുണയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ മുടക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മുടക്കുന്ന ഒരു മുതലാണ്. ഒരാളെ ക്രിസ്തുവിൽ ഒന്നുകൂടെ നന്നാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളാണ്. ഇതെല്ലാം നിക്ഷേപമാണ്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കുന്ന കരുണ ഒരു നിക്ഷേപമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു നിക്ഷേപമാണ്. ഒരുപാട് നിക്ഷേപങ്ങൾ അങ്ങനെ ദൈവരാജ്യത്തിൽ കൂട്ടാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ, ദൈവസംബന്ധമായി നമ്മൾ സമ്പന്നനായി വരുന്നുണ്ടോ എന്ന അളവാണ് നമ്മൾ ഭൂമിയിലെ സമ്പന്നത വാരിക്കൂട്ടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അതാണ്. ആക്ച്വലി വാട്ട് വി നീഡ് ഈസ് ദാറ്റ്. നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാനുള്ള സ്മാർട്ട്നെസ് നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അത് ആ പ്രാപ്തി തരുന്ന ദൈവമാണെന്ന് ഓർത്ത് ദൈവമഹത്വത്തിനായിട്ട് അത് സമർപ്പിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാണുന്ന അത്യാഡംബരങ്ങളോ അങ്ങനെയുള്ള മനോഭാവങ്ങളോ ദൈവജനം വെച്ചു പുലർത്തുന്ന ഒട്ടും ഭൂഷണമല്ല എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. അത് നമുക്ക് യോജിച്ചതല്ല. അത് നമ്മൾ ഒരു തരത്തിൽ മറ്റൊരാളുടെ മേൽ മേൽക്കോയ്മയ്ക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നമുക്കൊരു മേൽക്കോയ്മയും കിട്ടാനില്ല, അതിൽ നമുക്കൊരു മേൽക്കോയ്മയും കൈവരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. കേരളത്തിൽ ഏറ്റവും വലിയ വീടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഓരോ മാസം കഴിയുന്തോറും ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഒരു സമയത്ത് വിചാരിച്ച് ഇന്നയാളുടെ വീടാണ് ഏറ്റവും വലിയ വീട് എന്ന് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ അതിനേക്കാൾ സ്ക്വയർ ഫീറ്റ് കൂട്ടി മറ്റൊരാൾ വീടുണ്ടാക്കുമ്പം ആരാ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്? സാധാരണക്കാർക്ക് വലിയ ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. പക്ഷെ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത് ഐ എം ഷുവർ എൻ്റേതാണ് ഏറ്റവും മേൽക്കോയ്മ എനിക്കാണെന്ന് ചിന്തിച്ച ആൾ തികച്ചും ഡിസപ്പോയിൻറ്റഡ് ആകും എന്നതിൽ സംശയമില്ല. മറ്റൊരു മേൽക്കോയ്മ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ കുറിച്ചു വെച്ച കാര്യം, ഇതൊക്കെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ സുപ്രീമസിയോട് എങ്ങനെ താരതമ്യം ചെയ്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇത് നമ്മുടെ ലോകമാണ്, ഈ ലോകത്ത് നടക്കുന്ന വസ്തുതകളാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മൊബൈൽ ഫോൺ എന്ന് ചിന്തിക്കുമ്പം ആദ്യം ചിന്തിക്കുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് നോക്കിയയാണ്. ശരിയാണോ? നോക്കിയ ഫോൺ ആർക്കും മറക്കാൻ പറ്റില്ല. പക്ഷെ നോക്കിയ എന്നത് ഫിൻലൻഡിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണെന്ന് അവിടെ നിന്ന് വന്ന ഒരാൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് നോക്കിയ കൊച്ചി എന്ന് പറയുന്ന പോലെ ഫിൻലൻഡിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണ്. എനിക്കൊന്ന് 2000-നോടടുത്ത് ഫിൻലൻഡിലെ എൻ്റെ ഒരു ഫ്രണ്ട് കേരളത്തിൽ വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവിടെയുള്ള സ്കൂളിലുള്ള എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ ഒട്ടും പ്രചാരമില്ലാത്തൊരു സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. പക്ഷെ ഇന്നോ
എത്ര വേഗം നമ്മൾ മാറി അല്ലേ? സ്മാർട്ട് ഫോണുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ടെക്നോളജിക്കലായിട്ട് മേൽക്കോയ്മ നേടാൻ ഓരോ രാജ്യങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നോക്കിയ ഇന്നില്ല. കാരണം എന്താ? അവരാ മാറുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മുൻകൂട്ടി കാണാനും പ്രൊആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ അവർ പരാജയപ്പെട്ടു. അത് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ പരാജയം. ഇമെയിൽ, യാഹൂ മെയിൽ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. പക്ഷെ ഇന്നോ പുതിയത് വന്നപ്പം പഴയതിൻ്റെ മേൽക്കോയ്മ നഷ്ടപ്പെട്ടു. ഞാൻ പറയട്ടെ, ലോകത്തിൽ എത്ര മഹത്വമുള്ളതാണ് ഇന്ന് കാണുന്ന പലതെങ്കിൽ തോന്നിയാലും അതിൻ്റെ എല്ലാം പ്രഭാവം മങ്ങും. വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും പ്രഭാവം മങ്ങാത്ത ഒരു മഹത്വം പ്രാപിക്കാനാണ് ക്രിസ്തുയേശുവിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന സത്യം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിലെ എല്ലാ നിധികളും എല്ലാ മഹത്വങ്ങളും യഥാർത്ഥത്തിൽ മങ്ങും. കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ പാടിയ പാട്ടും അതാണ്. ഇന്ന് നമ്മൾ വിശ്വാസത്തോടെയാണ് ആ കർത്തൃത്വത്തിന് കീഴടങ്ങുന്നത്. സകലത്തെയും തൻ്റെ പാദപീഠമാക്കുവോളം വാഴുന്ന ക്രിസ്തു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇന്ന് എല്ലാവരും കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടുന്നുണ്ടോ? ഇല്ല. ഇന്ന് ലോകത്ത് നീതികേട് കാണുമ്പോൾ നീതി എവിടെ എന്ന ചോദ്യമല്ലേ? ആളുകളെ തീവ്രവാദികൾ കൊല്ലുമ്പോൾ നീതി എവിടെ എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉദിക്കാറുണ്ടോ എൻ്റെ പ്രിയരെ? ഞാനതിലേക്ക് മടങ്ങി വരാം. ഇന്ന് നമ്മൾ വിശ്വാസത്തോടെ താഴ്മയോടെ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് ക്രൂശിലെ കള്ളൻ കീഴടങ്ങിയതുപോലെ കീഴടങ്ങി ജീവിക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കണം. നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും ബാധിക്കണം. നമ്മുടെ ജോലിയെ ബാധിക്കണം. നമ്മളുടെ ഭവനങ്ങളിലുള്ള ജീവിതത്തെ അത് ബാധിക്കണം. ഈ സത്യമായിരിക്കണം നമ്മളെ ഇന്ന് ഓരോ ദിനങ്ങളിലും ജീവിക്കാൻ സഹായിക്കേണ്ടത് എന്ന് പ്രായോഗികമായി ഈ സത്യത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ ബുദ്ധി ഉപദേശിക്കുന്നു. നമ്മളോട് ഓരോരുത്തരോടും. ഇപ്പം ലോകത്ത് കാണുന്ന ടെക്നോളജിക്കലായ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സുപ്രീമസിക്ക് വേണ്ടി ഇന്ന് പോവുക. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പേസിൻ്റെ ആധിപത്യം പുലർത്താൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ശ്രമിക്കുന്ന കഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ സ്പേസ് ആരുടെയാണ്? ഏത് രാജ്യത്തിൻ്റെയാണ് സ്പേസ്? ആരുടെയും അല്ല, ഒരു രാജ്യത്തിൻ്റെയും അല്ല. ആ ആധിപത്യം അമേരിക്കയും റഷ്യയും ഒക്കെ പുലർത്താൻ ആഗ്രഹിച്ചെങ്കിലും ഇന്ന് ഒരു രാജ്യത്തിൻ്റെയും അല്ല. നമ്മുടെ അതിർത്തിക്ക് ഈവൻ വെള്ളത്തിൻ്റെ ആണെങ്കിൽ ആധിപത്യം പോലും ഒരു അതിർത്തിയോട് അല്ലെങ്കിൽ നമ്മുടെ കടൽ തീരത്തോട് കുറച്ച് കഴിഞ്ഞാൽ അത് ആ വാട്ടറിന് പറയുന്ന പേരെന്താ? ഇൻ്റർനാഷണൽ, എല്ലാവരുടെയും കൂടെയാണ്, പൊതുവായിട്ടുള്ള വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇത്രമാത്രം സയൻറ്റിഫിക്കായ അഡ്വാൻസ്മെൻറ്റും സുപ്രീമസിക്ക് വേണ്ടി ആഗ്രഹിച്ച് എല്ലാം കൈയടക്കി എന്ന് ചിന്തിച്ചാൽ പോലും മനുഷ്യൻ്റെ ആഴമേറിയ വേദനകൾക്കോ പ്രയാസങ്ങൾക്കോ ഇവയൊന്നും പരിഹാരം നൽകുന്നില്ല. ഇവയൊന്നും പരിഹാരം നൽകുന്നില്ല. യഥാർത്ഥ വിസ്ഡം, ഈ വർഷത്തെ നമ്മുടെ തീം അതാണ്. യഥാർത്ഥ വിസ്ഡം എന്താണ്? ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. ദ സുപ്രീം ക്രൈസ്റ്റ്. ഒരു ഭക്തൻ പറഞ്ഞത്, ഒരു സ്മോളസ്റ്റ് ആറ്റം മുതൽ, ഏറ്റവും ചെറിയ കണിക മുതൽ
ലോകത്തിലെ വിശാലമായ ഗാലക്സികൾ വരെ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ വഹിക്കപ്പെടുന്നതാണ്, അത് നിലനിർത്തപ്പെടുന്നതാണ്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ കണികയുടെ പ്രവൃത്തി കൊണ്ട് നടക്കുന്ന ഹീലിംഗ് മുതൽ അങ്ങ് ഗാലക്സിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വരെ എല്ലാറ്റിൻ്റെ മേലും ആധിപത്യം പുലർത്തുന്നത് ആരാണ്? ക്രിസ്തുവാണ് എന്ന് വചനം പറയുന്നു. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഹീലിംഗ് അടക്കം ക്രിസ്തുവിൻ്റെ അപ്രമാദിത്വത്തിൻ്റെ പ്രതിഫലനങ്ങളായി നമ്മൾ കാണുമെങ്കിൽ അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ. പ്രയാസമുള്ള കാര്യങ്ങളാണോ ഞാൻ പറയുന്നത് എനിക്കറിയില്ല, എങ്കിലും ഇതിലെ ചില സത്യങ്ങളെങ്കിലും നമ്മളെ സഹായിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ആരിലാണ്? ക്രിസ്തുവിലാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന വിസ്ഡമുണ്ട്. ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ അത് ക്രിസ്തുവിലാണ്. ലോകത്തിലെ എല്ലാ വസ്തുതകളിൽ നിന്നും ഈ ഭൂമിയിൽ ഹ്യൂമൻ അഡ്വാൻസ്മെൻറ്റ്, പരിഷ്കൃതി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടാൻ കഴിഞ്ഞെങ്കിൽ അതൊന്നുമല്ല അടിസ്ഥാനം. അതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേടുന്ന എല്ലാറ്റിലും പക്ഷേ അതിനേക്കാൾ മേൽക്കോയ്മ കർത്താവിനാണ് എന്ന സത്യത്തെ നമ്മൾ മറക്കരുത്. എന്ന സത്യം നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് എന്ന് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കട്ടെ. കർത്താവാണ് സകലത്തിനും മീതെ ഉള്ളവൻ, സകലത്തിന് മുമ്പനായിട്ടുള്ളവൻ. അത് രാജ്യത്വമാണെങ്കിലും കർത്തൃത്വങ്ങളാണെങ്കിലും ഏത് മേഖലകളാണെങ്കിലും എല്ലാറ്റിലും കർത്താവിനാണോ ആധിപത്യം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്, അതിനെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഏതിനെക്കുറിച്ചാണെന്ന് അറിയാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഇറ്റ് ഈസ് പെർട്ടൈനിങ് ദ ബൈബിൾ. ബൈബിളിനോടൊപ്പം ദൈവശാസ്ത്രത്തോടൊപ്പം അത്രമാത്രം പുസ്തകങ്ങൾ ലോകത്തിലെ ഒരു ശാസ്ത്രശാഖയിലും എഴുതപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അപ്പോൾ എഡ്യൂക്കേഷനിൽ സുപ്രീമസി ആർക്കാണ് വരേണ്ടത്? ക്രിസ്തുവിനാണ്. ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഏത് വസ്തുതകളിലാണെങ്കിലും അത് തന്നെയാണ്. അപ്രമാദിത്വത്തെക്കുറിച്ച് ആ വാക്ക് മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിക്കുക. സുപ്രീമസിക്ക് അപ്രമാദിത്വത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ ഇതോടൊപ്പം ഞാൻ ചേർത്ത് പറയട്ടെ. ലോകം ഇന്ന് ആശയങ്ങളുടെ പുറകെയാണ്. ഒരാശയം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വാഴ്ത്തിപ്പാടാൻ വേണ്ടി ഒരാശയം അന്വേഷിക്കുന്നത് പോലെയാണ്. കാരണം ലക്ഷ്യമില്ലാതെ എങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആശയപരമായ ഒരു മേൽക്കോയ്മ നേടാൻ വേണ്ടി ലോകത്ത് പ്രബലമായി വന്ന ഒരു ആശയം എന്തായിരുന്നു? കമ്മ്യൂണിസമായിരുന്നു. എല്ലാവർക്കും എത്രമാത്രം റെലവൻ്റ് ആണെന്ന് അറിയത്തില്ല. കമ്മ്യൂണിസം കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാകും. കമ്മ്യൂണിസമാണോ ക്യാപിറ്റലിസമാണോ ഏതാ ശരി, ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, ഏതിനാണ് മേൽക്കോയ്മ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഡിബേറ്റ് വെച്ചാൽ ആര് ജയിക്കും? ഇറ്റ്സ് വെരി ടഫ്. ആശയപരമായ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്. ഇവ രണ്ടും അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ഒരാശയങ്ങളും സത്യത്തിൽ മനുഷ്യൻ്റെ
അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കോ വേദനകൾക്കോ പരിഹാരമല്ല. എന്നാൽ കർത്താവോ ദൈവവചനത്തിനോ ഒരിക്കലും മാറാത്ത, വാനവും ഭൂമിയും മാറിയാലും ഒരിക്കലും മാറ്റം വരില്ല എന്ന് പറയുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വചനം ദാറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ന്റെ 8-ാമത്തെ വാക്യം. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പവർ, അധികാരം, സമ്പത്ത്, സ്വാധീനങ്ങൾ ഇവയെല്ലാം താൽക്കാലികമാണ്. എത്ര മഹത്വമുണ്ടെന്ന് തോന്നുന്ന വസ്തുതകൾക്കും കുറച്ച് കഴിഞ്ഞാൽ മഹത്വമില്ല. നല്ലതെന്ന് കരുതി, മനോഹരമെന്ന കുറച്ചു കാലം മുമ്പ് നമ്മൾ കരുതിയ പലതും ഇന്ന് മനോഹരമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഇന്ന് ഈ വചനത്തിലൂടെ മുൻപോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചന സത്യം ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ നിത്യരാജാവ്. ആ രാജത്വത്തിന് അനുയോജ്യമായി, ആ രാജത്വത്തിന് കീഴ്പ്പെടുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് ക്രമീകരിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന ആ വിവേകമാണ് എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ രാജത്വത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഓരോ ചെറിയ തീരുമാനങ്ങളിലും വലിയ തീരുമാനങ്ങളിലും അതിനോട് അലൈൻഡായിരിക്കാൻ എനിക്കും എൻ്റെ തലമുറകൾക്കും ഇടയാകണം എന്ന് ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താ? ഉത്തരഗിരിയായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ, ഉത്തരഗിരി എന്നുള്ള വാക്ക് അവിടെ ഇല്ലെന്ന് തോന്നുന്നു. 2-ാം സങ്കീർത്തനത്തിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നൊരു വാക്കാണ്. ആ 2-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിക്കാൻ പോകുന്നു എന്നാണോ, വാഴിച്ചിരിക്കുന്നു എന്നാണോ? നോ, ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. ഇത് ദൈവത്തിൻ്റെ ഒരു എവർലാസ്റ്റിംഗ് ഡിക്രിയാണ്. എന്ത്? ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ ഇൻ ക്രൈസ്റ്റ്. നൗ ഓൾ ദാറ്റ് വി നീഡ് ടു ഡു, അത് രാജാക്കന്മാരാണെങ്കിലും മഹത്തുക്കളാണെങ്കിലും ഈ സത്യത്തോട് അനുയോജ്യമായി ജീവിക്കുന്നവർ, ബുദ്ധിമാന്മാർ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തോട് മത്സരിക്കുന്നവർ നശിച്ചു പോകും. 2-ാം സങ്കീർത്തനത്തിൻ്റെ പ്രമേയം അതാണ്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. അൾട്ടിമേറ്റ് ആയിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ കലാപങ്ങളുടെയും എല്ലാ കലഹങ്ങളുടെയും ആത്യന്തികമായി ഇത് ദൈവത്തിൻ്റെ നിത്യരാജത്വത്തോടുള്ള ഒരു പടയാണ്. അത് ഓരോരോ രൂപങ്ങളിലും ഭാവങ്ങളിലും നമുക്ക് ചുറ്റും നമുക്ക് കാണാം. എൻ്റെ പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അതിന് അനുയോജ്യമായിട്ടാണോ അതിന് പ്രതികൂലമായിട്ടാണോ നിൽക്കുന്നത്? ലോകത്ത് ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ നിത്യരാജത്വത്തിനെതിരെ നടക്കുന്ന പടയോട്ടത്തിനെതിരെയാണോ? ആ ദൈവത്തിൻ്റെ നിത്യരാജത്വത്തിനെതിരെ നടക്കുന്ന പടയോട്ടത്തിന് അനുകൂലമായിട്ടാണോ നമ്മളുടെ ചര്യകൾ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഏതിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ്? നമ്മൾ നമ്മൾ സമ്പത്ത് സ്വരൂപിക്കുന്നത് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്? ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ തീരുമാനങ്ങളും ഇതിനോട് ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും ഈ ക്രിസ്തുവിൻ്റെ അപ്രമാദിത്വത്തിന് കീഴ്പ്പെട്ടാണോ, ദൈവം എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്ന നിത്യരാജ്യത്വത്തിന് ചേർന്നാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന്
ഇന്ന് നമുക്ക് കീഴ്പ്പെടാം. ഓരോ തീരുമാനങ്ങളിലും അത് വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അത് വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവനാമം മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇതിനോട് എത്രമാത്രം ചേരുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെതിരെയാണ് നമ്മുടെ പ്രവൃത്തികളും ഫലങ്ങളും വരുന്നതെങ്കിൽ, ദൈവത്തിനെതിരെയുള്ള മത്സരങ്ങളോടാണ് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ചേരുന്നതെങ്കിൽ, വി ആർ ഗോയിങ് ടു ഫെയിൽ. അത് നമ്മൾ തിരുത്തണം. അതെൻ്റെ സമ്പത്തും എൻ്റെ താലന്തും എൻ്റെ സ്വാധീനങ്ങളും ദൈവത്തിൻ്റെ നിത്യരാജ്യത്വത്തോട് അലൈൻഡായി തീരണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഭൂമിയിലെ വിജയങ്ങൾ അല്ല നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മനോഭാവം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തല്ല നമ്മുടെ ലക്ഷ്യം. സമ്പത്തുണ്ടാക്കാൻ പ്രാപ്തി തന്നിട്ടുണ്ടെങ്കിൽ ഫൈൻ, പക്ഷെ സമ്പത്തല്ല ലക്ഷ്യം. കാരണം അത് നശിക്കുന്നതാണ്. നിത്യമായ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാനുള്ള മനസ്സാണ്. അതാണ് നിക്ഷേപങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കേണ്ടത്. ആ ലക്ഷ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഭക്തൻ പറഞ്ഞ ഒരു വാക്കിതാണ്, യൂസ് മണി ആസ് എ ടൂൾ, നോട്ട് ആസ് എ ഗോൾ. പണത്തെ നമുക്കൊരു ടൂളായിട്ട് ഉപയോഗിക്കാം, പക്ഷെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് അതിനെ തീർക്കരുത്. ലക്ഷ്യം നമുക്ക് നിത്യമായ നിക്ഷേപങ്ങളായിരിക്കണം, നിത്യരാജ്യത്തിലേക്ക് സൗഹൃദങ്ങളായിരിക്കണം, ഒരിക്കലും വാടാത്ത കിരീടങ്ങളായിരിക്കണം, നിത്യമായ പ്രതിഫലങ്ങളായിരിക്കണം, താൽക്കാലികമായ ലാഭങ്ങളാവരുത്. ബിസിനസ്സിലായാലും കലയിലായാലും ആർട്ട് വിദ്യാഭ്യാസത്തിലായാലും നമ്മുടെ പരമമായ ഉദ്ദേശം ക്രിസ്തുവിനെ മാനിക്കുക എന്നുള്ളതായിരിക്കണം. ക്രിസ്തുവിനെ മാനിക്കുക എന്ന് പറയുന്ന ലോകത്തിലെ സുപ്രീമായി എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവരാജ്യത്തിന് നിദാനമായിരിക്കണം, അതിനോട് ചേരുന്നതായിരിക്കണം. അതല്ലെങ്കിൽ വി ലൂസ് ദിസ് ബാറ്റിൽ. ലോകത്തിൽ ദൈവത്തിനെതിരെ നടക്കുന്ന മത്സരത്തിൻ്റെ ഭാഗമായി നമ്മൾ തീരുന്നു. അതുകൊണ്ട് എല്ലാറ്റിലും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് നമ്മൾ പറയുമ്പം ദൈവത്തിൻ്റെ നിത്യരാജ്യത്വം അതിനോട് അനുകൂലമായ നിലയിലായിരിക്കണം എൻ്റെ ജോലിയും എൻ്റെ കുടുംബവും എൻ്റെ സർവവും എന്ന് ആഗ്രഹിച്ച് സമർപ്പിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തിലും ദൈവജനത്തിലും നിക്ഷേപിക്കാനുള്ള ഒരു കൃപ ദൈവമേ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുറിച്ച് വെച്ചത് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും നമ്മൾ കർത്താവിൻ്റെ അപ്രമാദിത്വത്തിൽ ആശ്രയിക്കണം. When you look around in the world, നീതികേട് കാണുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എവിടെ നീതിയില്ല എന്ന് ചിലർ പറയുന്നു. പക്ഷേ സകല ലോകത്തിൻ്റെയും ന്യായാധിപനായ കർത്താവ് തൻ്റെ എല്ലാ അക്കൗണ്ടുകളും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ He will establish righteousness. നീതി നിവർത്തിക്കും. ഒരു ഭക്തൻ്റെ വാക്കുകൾ എന്നെ എപ്പോഴും പിടുത്തം കിട്ടാതെ, ലോകത്തിലെ നീതികേടുകളെ കാണുമ്പോൾ ഒരു പിടുത്തവും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ വാക്കുകൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. ഒന്നുകിൽ ദൈവം സുവിശേഷത്തിൽ സകല മനുഷ്യർക്ക് നീതി നൽകും, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യേകാൽ. അതല്ലെങ്കിൽ ക്ഷാവതിയിൽ എല്ലാത്തിനെയും ന്യായം വിധിക്കുന്ന ആ സമയത്ത് എല്ലാ അക്കൗണ്ടുകളും സെറ്റിലാവും. ഇറ്റ് ഈസ് ഐദർ ഓൺ ദ ക്രോസ് ഓർ ഇൻ ദ ജഡ്ജ്മെന്റ്.
ഒരാളെ കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു എന്ന് പറയുമ്പം കഥ തീർന്നില്ല. കഥ തീർന്നില്ല. അവിടെ ന്യായം ലഭിച്ചില്ല. അത് ന്യായം ലഭിക്കുന്ന, ന്യായമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ ലോകത്തിലെ സകല മനുഷ്യരെയും നിർത്തുന്ന ഒരു സമയം വരുന്നു. ആരാണ് ന്യായാധിപൻ? ക്രിസ്തുവാണ്. അപ്പോൾ ലോകത്തിൻ്റെ സകല നീതിന്യായ വ്യവസ്ഥിതിയുടെയും മേൽക്കോയ്മ സത്യത്തിൽ കോടതിക്കാണെന്ന് ചിന്തിച്ചാണെങ്കിലും വചനം പറയുന്നത് എന്താണ്? ക്രിസ്തുവിനാണ്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് സകല മനുഷ്യർക്കും ഒരു ടോക്കൺ അഡ്വാൻസും കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പം ടോക്കൺ അഡ്വാൻസ് തന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ലോകത്തിനൊരു ടോക്കൺ അഡ്വാൻസ് ആണ്. ലോകം ഒരു നാൾ നീതിയിൽ വിധിക്കപ്പെടും എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ലോകത്തിന് ന്യായാധിപൻ അവിടുന്നാണ്. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഭാവിയെ നോക്കി നമ്മൾ ഭയപ്പെടണ്ട. മറിച്ച് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നല്ല, കൂട്ടി ഇണക്കുന്നു എന്നതാണ് കുറച്ചുകൂടെ യോജിച്ച തർജ്ജമ. എന്താ? കൂട്ടി ഇണക്കുന്ന ഒരു ദൈവം പരമാധികാരിയാണ്. അവിടുന്ന് അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്യുമ്പം അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇറ്റ് ബി ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനിൽ ഈ ലോകത്തിൽ ഒന്നും നമുക്ക് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ പിടികിട്ടത്തില്ല. ദൈവത്തിൻ്റെ പ്ലാനിൽ ആബ്സല്യൂട്ടായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. യു ക്യാൻ റെസ്റ്റ് ഇൻ ഹിസ് പ്ലാൻ. ബി ഫെയ്ത്ത്ഫുൾ ടു ഹിം. നമ്മൾ വിശ്വസ്തരായിരിക്കുക. കർത്താവിനോട് വിശ്വസ്തതയായി നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എവിടെയും ഈ ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ അപ്രമാദിത്വം എന്ന സത്യത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ലോകം ക്രിസ്തുവിൻ്റെ അപ്രമാദിത്വത്തിൽ നിന്ന് എത്രമാത്രം വിദൂരമായി ജീവിക്കുന്ന റിയാലിറ്റികളാണ് നമ്മുടെ ചുറ്റും കാണുന്നത് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ചെറിയ നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. അത് ഘോരഘോരം തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോരോ രൂപങ്ങളിലും ഭാവങ്ങളിലും ദൈവത്തിൻ്റെ കർത്തൃത്വത്തിനെതിരെയുള്ള മത്സരങ്ങളും പടയോട്ടങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. നമ്മളതിൽ ചേരരുത്. നമ്മൾ താഴ്മയോടെ, നമ്മൾ കൃപയോടെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാനുള്ള പ്രോത്സാഹനമാണ് വാസ്തവത്തിൽ കൊലോസ്യ ലേഖനത്തിലൂടെ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരോടും പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒറ്റ സത്യം മാത്രമേ നമ്മളിന്ന് പ്രധാനമായിട്ട് ചിന്തിച്ചുള്ളൂ. നമുക്ക് ഈ ചിന്തകൾ തുടരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ക്രൂശിലെ കള്ളനിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ആ ഒരു പൊസിഷനിലായിരിക്കാം നമ്മൾ ഒരുപക്ഷെ, അതല്ലെങ്കിൽ അതിന് സമാനമായ പൊസിഷനിൽ. പക്ഷേ എല്ലാവരും കർത്താവിനെതിരെ പറയുമ്പോഴും യേശുവാണ് കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ ആ ക്രൂശിൽ കിടന്ന കള്ളൻ്റെ ശ്രേണിയിലാണ് നമ്മൾ. അങ്ങനെ പറയാൻ കഴിയുമോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ആ മനസ്സ് ദൈവത്തോടെ നമ്മൾ ഒരല്പമായെങ്കിലും കാണിക്കുമ്പോൾ 100 മനസ്സ് കാണിച്ച് 100 മടങ്ങ് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ആ കള്ളനിലേക്ക് ഇന്ന് നീ എന്നോട് കൂടെ
പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ, ക്രിസ്തുവിൻ്റെ ശബ്ദം ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ എങ്ങനെ കേൾക്കും, എങ്ങനെ അത് ഉൾക്കൊള്ളും എന്ന് നിങ്ങൾ ചിന്തിക്കൂ എൻ്റെ പ്രിയരെ. ആ ശ്രേണിയിലാണ്. ഒന്നും കണ്ടിട്ടില്ല, സാഹചര്യങ്ങൾ ഒന്നും മാറിയിട്ടില്ല, ഇപ്പോഴും താൻ ക്രൂശിൽ തന്നെയാണ്. എന്നാലും ദൈവത്തിൻ്റെ നിത്യരാജ്യത്വം, സകലത്തിൻ്റെ മേലും ആധിപത്യം ക്രിസ്തുവിനാണ് എന്ന സത്യത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് വിലപിച്ച വിലാപത്തിന് മറുപടി കിട്ടി. ഇന്നിതാ 2000 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് ഈ കൊച്ചി പട്ടണത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, എന്നെ സഹായിക്കണമേ എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിന് കീഴ്പ്പെടുന്നതാവട്ടെ എൻ്റെ ജീവിതം. ദൈവനാമത്തിന് മഹത്വമെന്ന് ഞാൻ പറയുന്നത് അതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സ്രോതസ്സുകൾ, എൻ്റെ സ്വാധീനങ്ങൾ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെ നിത്യരാജ്യത്വത്തോട് ചേരുന്ന നിലയിലാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയോടെ, ഈ ചിന്തകളോടെ ഞാൻ തൽക്കാലം ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.